മനസ്സുമാരെ, ഞാൻ മജീദാണ്. ഇന്ന് ഈ വീടിൻ്റെ തേപ്പിൻ്റെ പണിയെന്നു എനിക്കൊന്ന് ഇത് പറയാനല്ല ഞാൻ വീഡിയോസിൽ വന്നിട്ടുള്ളത്. ഞങ്ങളുടെ നാട്ടിലൊരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ ഒരു സൈഡ് പൊളിഞ്ഞ് ചാടിയിട്ട് അതേമാതിരി ആ പാലത്തിൻ്റെ സ്ലാബിൻ്റെ അടിഭാഗം കോൺക്രീറ്റ് അടർന്ന് ചാടിയിട്ട് അതേമാതിരി ആ പാലത്തിൻ്റെ സൈഡ് കെട്ട്, രണ്ട് സൈഡ് കെട്ടും കരിങ്കല്ല് കെട്ട് വിണ്ട് കീറിയാണ്ട് കൊഴിഞ്ഞ് ചാടിയിട്ട് 4 കൊല്ലം കഴിഞ്ഞു. മാസം പറയില്ല, 4 കൊല്ലം കഴിഞ്ഞിക്കണ്. ഇതുവരെ ഇതിനെ ബന്ധപ്പെട്ട അധികാരികൾ അയിമക്ക് മറിഞ്ഞു നോക്കിയിട്ടില്ല. ആദ്യം നിങ്ങൾക്ക് ഞാൻ ആ പാലം കാണിച്ചു തരാം. പിടിഞ്ഞിട്ടുള്ളൂ. ഈ പാലം മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ട് പഞ്ചായത്തിലെ 2ാം വാർഡായ കൊയ്ത്തക്കുണ്ടും അതേമാതിരി തൂര് പഞ്ചായത്തിലെ 7ാം വാർഡായ കിളിക്കുന്നിൻ്റെയും കൊയ്ത്തക്കുണ്ടിൻ്റെയും ഇടയിലാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. ഈ പാലത്തുമ്മ കൂടി കുറച്ച് നാൾ മുന്നേ സ്കൂൾക്ക് 2 കുട്ടികൾ സൈക്കിളും പോയപ്പോൾ ഈ പാലത്തുമെന്ന് തോട്ടിക്ക് കൊയിഞ്ഞ് ചാടിയിരിക്കണ്. അതേമാതിരി ഒരു ബൈക്കുകാരൻ തന്നെ ഈ പാലത്തുമെന്ന് തോട്ടിക്ക് കൊയിഞ്ഞ് ചാടിയിരിക്കണ്. അത് കൊയിഞ്ഞ് ചാടാൻ കാരണം ഈ പാലത്തിൻ്റെ സൈഡ് പൊളിഞ്ഞ് ചാടിയത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് നാട്ടുകാർക്ക് ആകെപ്പാടെ ടെൻഷനായിട്ട് ഒരു പേടിയായിട്ട് ഇവിടെ കൈങ്ങ് മുറിച്ചുകാണ്ട് ഇതിൻ്റെ സൈഡിൽ കൈങ്ങോട്ട് കെട്ടാൻ കാരണം ഈ പാലത്തുമ്മ കൂടി അനേകം സ്കൂൾ കുട്ടികൾ യാത്ര ചെയ്തു പോകുന്ന പാലമാണ് ഈ പാലം. ഈ പാലത്തിന് വേണ്ടി ഞാൻ കരുവാരക്കുണ്ട് പഞ്ചായത്ത് പ്രസിഡൻറ്റും ഞങ്ങളുടെ മെമ്പറുമായ പൊന്നമ്മ ടീച്ചർ പോയി കണ്ടിക്കണ്. അതേമാതിരി വണ്ടൂരിൻ്റെ MLA അനിൽകുമാർ സാറിനെ ഞാൻ ഫോണിൽ കൂടി വിളിച്ചുകാണ്ട് ബന്ധപ്പെട്ടിക്കണ്. ശരിയാക്കാമെന്ന് പറയാനല്ലാതെ ഇതുവരെ ശരിയാക്കിയിട്ടില്ല. പോരാത്തിന് ഞാൻ മലപ്പുറം ജില്ലാ കളക്ടറെ പോയി കണ്ടുകാണ്ട് നിവേദനം ഞാൻ കൊടുത്തിക്കണ്. ഇനി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് വരുന്നത്, അതേമാതിരി നിയമസഭാ തിരഞ്ഞെടുപ്പുമാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ കൊയ്ത്തക്കുണ്ടിലെ ജനങ്ങളൊരു തീരുമാനം എടുത്തേക്കണ്. അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോഴത്തിന് കരുവാരക്കുണ്ട് പഞ്ചായത്ത് പ്രസിഡൻറ്റും പൊന്നമ്മ ടീച്ചറും അതേമാതിരി വണ്ടൂരിൻ്റെ MLA അനിൽകുമാർ സാറും ഞങ്ങൾക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തന്നിട്ടില്ലെങ്കിൽ എന്ന് വെച്ചാൽ അടുത്ത വേനൽക്കാലം വരുമ്പോഴത്തിന് ഒരു പുതിയ പാലം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുമെന്ന് ഒരു തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ കൊയ്ത്തക്കുണ്ടിലെ ജനങ്ങൾ ഞങ്ങൾ വോട്ട് ചെയ്യാൻ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ പോകില്ല എന്നൊരു തീരുമാനം എടുത്തേക്കണ്. അതിൽ നിന്നിട്ടില്ലെങ്കിൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ 2 ആഴ്ച മുന്നേ അനിൽകുമാർ സാറിൻ്റെ വീടിൻ്റെ മുന്നിൽ ഒരു കച്ചറിയും ഇല്ലാതെ ഒരു നിരാഹാര സമരം ഞാൻ പോയിങ്ങാണ്ട് കടക്കുന്ന ഞാൻ തീരുമാനം എടുത്തേക്കണ്. കാരണം ഇത് ജനങ്ങളെ അറിയിച്ചാലുള്ളൂ അവിടെ ഒരു പുതിയ പാലം വരിക. അതുകൊണ്ട് മാത്രമാണ്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ 2 ആഴ്ച മുന്നേ അവിടെ നിരാഹാരം ചെയ്ത് കഴിഞ്ഞാൽ ജനങ്ങൾ ഇത് അറിയുന്ന ഉറപ്പാണ്. അറിയില്ലേ? അപ്പോൾ അറിയുമ്പോൾ അപ്പോഴേലും ഉണ്ടാവും ഇവർക്കൊരു ഒരു പേടിയും ബേജാറും. കാരണം വോട്ട് കിട്ടിയാലുള്ളൂ, ഓരോ ജനങ്ങളെ വോട്ട് കിട്ടിയാലുള്ളൂ ജയിക്കുക. അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇത് മാക്സിമം നിങ്ങൾ ഇത് ഒന്ന് സപ്പോർട്ട് ചെയ്യുള്ളൂ, എന്ന് വെച്ചാൽ ഒന്ന് ഷെയർ ചെയ്യുള്ളൂ.